നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ നാൾ മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കുറേ നാളെന്ന് പറയുമ്പോൾ നമ്മുടെ വിഷു ടൈമിൽ കഴിഞ്ഞ മാസം അല്ലേ. അപ്പോൾ തൊട്ടടുത്ത മാസം വീണ്ടും ഒരു ആശുപത്രിയിൽ നിന്നിട്ടുള്ളൊരു വീഡിയോ ഇടുകയാണ്. ഈ പ്രാവശ്യം മോന് ഫീവർ കൂടി, ടെമ്പറേച്ചർ കൂടി ഇവിടെ കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ചിരിച്ചോട്ട് സംസാരിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിന് ഇപ്പം വലിയ പ്രശ്നമില്ല, കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മോനെ മുമ്പ് ഫീവേഴ്സ് ഫീസ്റ്റർ വന്നിട്ടുള്ള കാര്യമൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുകൂടി നമുക്ക് വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞങ്ങളൊന്നും നോക്കിയില്ല. ഇവിടെ അടുത്ത് ബെറ്ററായിട്ട്, അടുത്തെന്ന് പറയുമ്പോൾ ചെറുതോണിയിൽ നിന്നൊരു 3/4 മണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട് കട്ടപ്പനയ്ക്ക്. അപ്പോൾ ഞങ്ങളൊരു കാറ് പിടിച്ച് പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ എന്ത് ചെയ്തിട്ടും അവന് നമ്മൾ സാധാരണ കൊടുക്കാറുള്ള മരുന്നൊന്നും കൊടുത്തിട്ട് പോലും ടെമ്പറേച്ചർ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി പിടിച്ച് പെട്ടെന്ന് തന്നെ അവന് ഇന്നലെ വൈകിട്ടോടുകൂടി ഇവിടെ എത്തിച്ചപ്പോൾ അവർ സ്വീഷറിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒബ്സർവേഷന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇത്രയും ദൂരത്തുനിന്നും കൂടെ ആയതുകൊണ്ട് അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് 2 മാസങ്ങളിൽ ആശുപത്രിയിൽ നിന്ന് നിങ്ങൾക്ക് ആശുപത്രിയിൽ അപ്ഡേറ്റ് പറയുന്നൊരു വീഡിയോ ചെയ്യേണ്ടി വന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷെ സംഭവിച്ചു പോകുന്നതാണ്. മോനെ ഞങ്ങൾ ഫ്ലൂ വാക്സിനൊക്കെ എടുത്ത് സെറ്റൊക്കെ ആക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പം സഡനായിട്ട് നമ്മുടെ മൊത്തത്തിൽ എല്ലായിടത്തും മഴയാണ്. പിന്നെ ഇവിടെ ഓൾറെഡി തണുപ്പാണ്. അപ്പം മഴയും കൂടെ പെയ്യുമ്പോഴത്തേക്ക് തണുപ്പിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ കൂടും. എനിക്കൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള തണുപ്പൊക്കെ അല്ലാതെ ഒരു ലിമിറ്റിനപ്പുറമുള്ള തണുപ്പ് താങ്ങാൻ പറ്റാത്ത ഒരാളാണ് ഞാനും. എനിക്കും തണുപ്പ് ഭയങ്കര അസ്വസ്ഥതയുള്ളൊരു കാര്യമാണ്. അവനും അതുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു. എനിക്കും തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും മൂക്കടപ്പും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഏട്ടനും പ്രശ്നമാണ് കൂടുതൽ തണുപ്പ്. അപ്പോൾ അവനും അത് പ്രശ്നമാണെന്ന് അവൻ തെളിയിച്ചു. ഇപ്പോൾ കുറേ നാൾ കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ ഞാൻ വിചാരിച്ചു പ്രശ്നമില്ല, ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആവുമായിരിക്കുന്നു. പക്ഷെ അങ്ങനെ അല്ല, പുള്ളിക്കാരന് ആ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങോട്ട് പെട്ടെന്ന് പറ്റില്ല. എന്നാൽ ഈ ആഴ്ച പുറത്ത് കൊല്ലത്തോട്ട് വിടാനായിട്ടും ഇരുന്നതാണ്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഇങ്ങനെ ആശ്വസിച്ചിരിക്കുകയായിരുന്നു, ദേവേ ഇവിടെ വന്നിട്ടൊന്നും പറ്റിയില്ലല്ലോ, ക്ലൈമറ്റ് ഇത്രയും ചേഞ്ച് തണുപ്പൊക്കെ ആയിട്ട് ഒന്നും ഇല്ലല്ലോ, ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ആശ്വാസമായിട്ടിരുന്നപ്പം പൂവാറാവുന്ന ടൈമിൽ തന്നെ അവൻ പണി പറ്റിച്ചു. കുഞ്ഞെന്തോ ചെയ്യാൻ അവന് പനി വന്നുപോയി. നല്ല പനി വന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള പനിയായിരുന്നു. കുഞ്ഞങ്ങ് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോയി. അതാ നമ്മൾ കുഴഞ്ഞ് തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിയത്. പിന്നെ നമ്മുടെ ഒരു സമാധാനം ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ തന്നെ, വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പനി വന്ന ദിവസം രാത്രി ഒരു 3:30-4 മണിക്കാണ് ഞങ്ങളൊന്ന് കണ്ണൊക്കെ അടയ്ക്കുന്നത്. അത്രയ്ക്കും അവന് പനിയായിരുന്നു. തുടച്ച് തന്നെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ആ ഒരു കാര്യം പറയാനായിട്ടുണ്ട്. ഇപ്പം കുറേ നാളായി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം എഴുതിയിട്ട് വന്നിട്ട് റിവ്യൂ പറയാനായിട്ടൊരു വീഡിയോ ആണെന്ന് തോന്നി ഞാൻ ലാസ്റ്റ് ചെയ്തത്. അതിനുശേഷം എനിക്ക് വീഡിയോ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. കാരണം ജോലിയുടെ ഭാഗമായിട്ട് കുറേ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇൻസ്പെക്ഷനും അതിൻ്റേതായിട്ടുള്ള വർക്കുകളും, പിന്നെ ഓഫ് ഡേയ്സിൽ പോലും വർക്കിന് പോവേണ്ട ഒരു സ്ഥിതിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിനും സമയം കിട്ടുന്നില്ല. സമയമെന്ന് വെച്ചാൽ വളരെ കുറവാണ്. കണക്ക് ക്യാഷ്വൽ ലീവിൻ്റെ അങ്ങനെ ഒരുപാട് ഘട്ടം എടുത്ത് തീർക്കാൻ പറ്റാത്തൊരു നിലയിലാണ്. നമ്മൾ വേറൊരു ഡിസ്ട്രിക്റ്റിലും കൂടെ നിൽക്കുന്നത് കൊണ്ട് എന്തൊക്കെ ആവശ്യത്തിന് ലീവ് എടുക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. ഇവിടുന്ന് കൊല്ലത്തോട്ടുള്ള യാത്രയ്ക്ക് തന്നെ ഒരു ദിവസം കൂടെ എക്സ്ട്രാ ലീവ് എടുത്താലേ എനിക്ക് തിരിച്ചു വരാനുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പം ക്യാഷ്വൽ ലീവും അധികം ഇല്ല. പ്രവേശനമായതുകൊണ്ട് ലീവിനുമൊക്കെ നമുക്ക് ലിമിറ്റുണ്ട്. ഒരുപാട് ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് ബ്രേക്കൊക്കെ ആയി പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ ടെൻഷനിലാണ്. ഇത്രയും ഒരു ഡിസ്റ്റൻസിൽ ജോലി ചെയ്യുന്നത് കൊണ്ടും, പിന്നെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ അച്ഛനും അവിടെ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് അത്ര സുഖമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്കൊന്നും ഒറ്റയ്ക്ക് നോക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ ഏട്ടനും കൂടെ പോയി നിന്നാലേ അവൻ്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതും ഞാൻ ഇത്രയും ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ സ്കൂളിൽ അവനെ ചേർത്തില്ല. ഞാൻ കൊല്ലത്ത് തന്നെയാണ് ചേർത്തേക്കുന്നത്. അപ്പം June 1 ക്ലാസ് തുടങ്ങുകയാണ്. അപ്പം ഞാൻ അവിടെയും അവരിവിടെയൊക്കെ ആയിട്ട് വലിയൊരു മാനസിക പ്രശ്നത്തിലും കാര്യത്തിലും ഒക്കെയാണ് നിൽക്കുന്നത്. ഇപ്പം എന്തുവാന്ന് അറിയത്തില്ല മുന്നോട്ട്. ഇതൊക്കെയാണ് ഈ ഒരു കാര്യം പറയാനായിട്ട് വീഡിയോ ചെയ്തതാണ്. നമ്മളെ ഡിഗ്രി പ്രിലിംസിൻ്റെ 3rd സ്റ്റേജിൻ്റെയൊക്കെ ഹോൾ ടിക്കറ്റ് ഇന്ന് വന്നു എന്ന് അറിഞ്ഞു.
പിന്നെന്താണ്, പുതിയ കുറേ അപ്ഡേറ്റ്സ് ഉണ്ട് എനിക്കറിയാം. പക്ഷെ അതിലൊന്നും കൂടുതലായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പറ്റാത്തത് കൊണ്ടാണ്. ഒന്നും മനഃപൂർവ്വം വേണ്ടെന്ന് വയ്ക്കുന്നതല്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ക്ലാസ്സുകളാണെങ്കിൽ കൂടെ SCRT കോഴ്സിൽ 10th സ്റ്റാൻഡേർഡിൻ്റെ ബയോളജി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ സോഷ്യൽ സയൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലും എനിക്ക് ഒരു മെസ്സേജുകളൊക്കെ കാണാറുണ്ട്. ഞാൻ ക്ലാസ് എനിക്ക് അത്രത്തോളം പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെയൊക്കെ പോകുന്നു. എന്തായാലും 10th പ്രിലിംസിന് മുമ്പായിട്ട് കംപ്ലീറ്റ് എടുത്ത് തീർക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് തീർക്കും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലും ആയി പോകുന്നു. പിന്നെന്താ പറയണത്, ഇനി ഇതിലും വലിയ പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് വന്നൊരാളാണ് ഞാൻ. ഇപ്പോഴും ജോലി കിട്ടിക്കഴിഞ്ഞും പരീക്ഷണങ്ങളാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് മോൻ്റെ കാര്യങ്ങളിൽ. അത് ഇത്രയും ഒരു ദൂര ജോലി കിട്ടിയത് കൊണ്ടും ഒക്കെ ഉള്ള കുറേ സ്ട്രഗിളുണ്ട്. ഇത്രത്തോളം ഒരു ദൂരത്തായിരിക്കും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു നിയർ ബൈ ഡിസ്ട്രിക്റ്റ് എവിടെയെങ്കിലും ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൊല്ലത്ത് തന്നെ കിട്ടിയില്ലെങ്കിലും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലാണെങ്കിലും നിങ്ങൾക്കറിയാം, എൻ്റെ കൊച്ചച്ഛൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരന് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെല്ലാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. മോൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെയൊക്കെ ഓരോരോ സ്ട്രഗിളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമം കൂടുമ്പോൾ പറയുമായിരുന്നു, എനിക്കൊരിക്കലും ഒരു സമാധാനമുള്ള ജീവിതം പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് നേടി എങ്ങനെ നേടി എന്ന് പറഞ്ഞാലും എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനമൊക്കെയാണ്, ഒരു പൂർണ്ണമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാൻ എനിക്കിതുവരെ എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. അഥവാ അങ്ങനെയൊക്കെ സന്തോഷം വന്നാലും വളരെ ഷോർട്ട് പീരീഡിൽ എന്തെങ്കിലുമൊക്കെ. പക്ഷേ അത്രത്തോളം സന്തോഷം വരുമ്പോഴും എനിക്ക് ടെൻഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലും എന്തോ ഒരു സങ്കടം വരാനിരിക്കുന്നു, അത് കണക്ക് തന്നെ സംഭവിക്കുകയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ബാഡായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ചിന്തിക്കുമ്പോഴത്തേക്ക് എനിക്കിനി എന്താണ്, അതായത് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലോട്ട് എനിക്ക് എത്താൻ പറ്റിയെന്നൊക്കെ നിങ്ങൾ ഇനി എനിക്ക് എന്താ ഫുൾ ഹാപ്പി ആയിരിക്കും, സന്തോഷം അങ്ങനെയല്ല. നമ്മൾ ഓരോരോ സ്റ്റേജിൽ എത്തുമ്പോഴാണ് അവിടുത്തെ ഓരോ സ്ട്രഗിളിലോട്ട് നമ്മൾ അറിയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജോലി കിട്ടാതിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ എല്ലാം സെറ്റാവുമെന്ന് വിചാരിക്കും. ജോലി കിട്ടിക്കഴിയുമ്പം പിന്നെ അതിൻ്റെതായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, സ്ട്രഗിളുകൾ, അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ലൈഫ് എന്ന് പറയുന്ന ഒരു ജേണി എന്താണ് ഇങ്ങനെ കയറ്റവും ഇറക്കമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം മക്കളെന്ന് പറയുന്നത് ഇമോഷണൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ വളരെയധികം തളർത്തിക്കളയും. നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കാം എന്ന് വിചാരിച്ചാലും മക്കളുടെ കാര്യം അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളവിടെ വീണ് പോവും. അത് ഇമോഷണലി തന്നെ നമ്മൾ വീണ് പോവും. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ആ ഒരു അതിന് പരിഹാരമായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അത് എത്രത്തോളം അതിന് ഫലം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നിൽക്കുന്നു. ഇപ്പം നിലവിൽ ഞാൻ കട്ടപ്പനയിലുണ്ട്. കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലുണ്ട്. അപ്പം മോനെ അടുത്ത ഏതെങ്കിലും ദിവസം തന്നെ ഇവിടെ ഡിസ്ചാർജ് ചെയ്യുമായിരിക്കും. ഡിസ്ചാർജ് ചെയ്യുമ്പം തിരിച്ച് ചെറുതോണിയിലോട്ട് പോകും. പിന്നെ ഈ മാസം ലാസ്റ്റോടുകൂടി കൊല്ലത്ത് പോകാനാണ് പ്ലാന്. കൊല്ലത്ത് പോയിട്ട് തിരിച്ച് ഞാൻ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. അപ്പം മോനെ സ്കൂളിൽ കൊല്ലത്താക്കിയെങ്കിൽ കൂടിയും കാര്യങ്ങൾ ഞാനില്ലാത്തത് കൊണ്ട് കുറച്ച് കഷ്ടത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അത് എത്രയും പെട്ടെന്ന് എനിക്ക് അതിൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും നേർച്ചയൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലായി പോവും. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ആരതി പൂർണ്ണ സന്തോഷവതിയാണോ? ഒരിക്കലും ഒരു പൂർണ്ണ സന്തോഷം എന്ന് പറയുന്ന ആർക്കും സംഭവിക്കാത്തൊരു കാര്യമായിരിക്കുന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ നമ്മളിനി എത്ര സന്തോഷത്തിലിരിക്കുന്ന ആളാണെന്ന് നമ്മൾ ധരിച്ചാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ കാണും. അപ്പം അങ്ങനെ ഉള്ളൂ. പിന്നെ എല്ലാം ഇങ്ങനെ എല്ലാ സ്ട്രഗിളും ഇങ്ങനെ ഫേസ് ചെയ്യാറുണ്ട് ഞാൻ. ഫേസ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള വഴിയിലോട്ട് പോവുക. എന്താണ് അങ്ങനെ എന്തോ പറയട്ടേത് എനിക്ക് സത്യം പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതൊരു നിങ്ങൾക്കൊരു മോട്ടിവേഷനോ അങ്ങനെയുള്ള വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് പറയുകയാണ്. അപ്പോൾ പഠിക്കുന്നവരൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ചോളുക. എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഇതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുവാണ്. ഞാൻ കുറേ എനിക്ക് ഇങ്ങനെയുള്ള സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞെങ്കിലും അതിനൊക്കെ ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എൻ്റെ മനസ്സിലിരിക്കുന്ന ജോലി ഉണ്ടല്ലോ, ഒരു ഫിക്സ്ഡ് ഇൻകം ഒരു മാസം വരുമല്ലോ, അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അത് വലിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ. അത് നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ജോലി കയ്യിലുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ധൈര്യമാണ്. അത് ഇത്രയും വർഷം എനിക്ക് അനുഭവിക്കാതെ ഇപ്പം മോനിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോഴും എന്തൊരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു കാര്യം ചെയ്യേണ്ടി വന്നാലും എന്ത് കടത്തിൽ ആയിപ്പോയാലും എനിക്കത് നാളെ വീട്ടാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ഇന്നുണ്ടെങ്കിൽ അത് ഈ ജോലി ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതും കൂടെ എനിക്ക് പറയണം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഈ വീഡിയോ ഇങ്ങനെ ഇച്ചിരി ഒരു ഇതായിട്ടിരിക്കുന്നത് വെച്ചാൽ ഏട്ടൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പണിക്കാരെന്നാണ്ട് വന്ന് എൻ്റെ മടിയിൽ ഇരുന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും കുരുത്തക്കേടിന് കുറവൊന്നുമില്ല. ആക്റ്റീവ് ആവുമ്പം പനിയൊക്കെ വിട്ട് നല്ലോണം നിൽക്കുമ്പോൾ ആക്റ്റീവൊക്കെ ആവും. എന്നാലും ഒരു ക്ഷീണം ഉണ്ട്, ആ മുഖത്തും കണ്ണൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ക്ഷീണമുണ്ട്. കുഴപ്പമില്ല. ഒരു മിനിറ്റൊന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അത്രയും എനിക്ക് പറയാൻ പറ്റും. എന്താ അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഡിഗ്രി പ്രിലിംസിൻ്റെ 3rd സ്റ്റേജ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് വിജയാശംസകൾ. ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.